ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ആയുർവേദ പാരമ്പര്യ സമ്പത്താൽ അനുഗ്രഹീതമാണ് നമ്മുടെ കേരള സംസ്കാരം. മറ്റു ചികിത്സാ രീതികൾ പരാജയപ്പെടുമ്പോൾ മാത്രമാണ് നാം നമ്മുടെ പൌരാണിക ചികിത്സാ സമ്പ്രദായത്തെ തേടി പോകുന്നത്. രോഗാതുരമല്ലാത്ത ഒരു നല്ല നാളേക്കായി നമ്മുടെ പൂർവികർ നടന്ന വഴി നമുക്കും തിരഞ്ഞെടുക്കാം. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. ആയുഷ്കാമിയും ആയുർവേദ ഗ്രാമം സെപ്റ്റംബർ 6 പ്രവർത്തനം തുടങ്ങും. കുട്ടികൾക്കു വേണ്ടി മാത്രമുള്ള ആയുർവേദ സെന്റർ കേരളത്തിൽ ആദ്യമായി. തൊഴിലിന്റെ മഹത്വം തിരിച്ചറിഞ്ഞാൽ ഭക്ഷ്യക്ഷാമത്തിന് പരിഹാരമാകുമെന്ന് കാനത്തിൽ ജമീല. ഫിഷറീസിന്റെ മത്സ്യസമൃദ്ധി 2ാം ഘട്ട പദ്ധതിക്ക് തുടക്കം. കാരപ്പറമ്പ് എരഞ്ഞിപ്പാലം റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് കാരപ്പറമ്പിൽ ജനകീയ പ്രതിഷേധം. വാർത്തകൾ വിശദമായി. തൊഴിലിന്റെ മഹത്വം തിരിച്ചറിയാൻ തയ്യാറായാൽ ഭക്ഷ്യക്ഷാമത്തിന് ഏറെക്കുറെ പരിഹാരം കാണാനാകുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല പറഞ്ഞു. കേരള ഫിഷറീസ് വകുപ്പിന്റെ മത്സ്യസമൃദ്ധി 2ാം ഘട്ട ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. കേരള ഫിഷറീസ് വകുപ്പിന്റെ മത്സ്യസമൃദ്ധി 2ാം ഘട്ട ജില്ലാതല പരിപാടിയും ശുദ്ധജല മത്സ്യകൃഷി പരിശീലനവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല ഉദ്ഘാടനം ചെയ്തു. തൊഴിലിന്റെ മഹത്വം തിരിച്ചറിയാൻ തയ്യാറായാൽ ഭക്ഷ്യക്ഷാമത്തിന് ഏറെക്കുറെ പരിഹാരം കാണാനാകുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ കാനത്തിൽ ജമീല അഭിപ്രായപ്പെട്ടു. കടലിലെ മത്സ്യത്തിന്റെ ലഭ്യതക്കുറവ് രൂക്ഷമായ സാഹചര്യത്തിൽ ഇതര കാർഷിക വിളകളെപ്പോലെ മത്സ്യവും കൃഷി ചെയ്യുന്ന സമ്പ്രദായം വ്യാപിപ്പിക്കേണ്ടതുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു. മത്സ്യസമൃദ്ധിയുടെ 2ാം ഘട്ടം ഉദ്ഘാടനം എന്ന് പറയുമ്പോൾ ഇതിന്റെ സ്റ്റേറ്റ് തല ഉദ്ഘാടനം കഴിഞ്ഞ 10ാം തീയതി എറണാകുളത്ത് വെച്ചിട്ട് മുഖ്യമന്ത്രി നടത്തിയെന്നതാണ് ഞാൻ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഇവിടെ കർഷകർ ഇന്ന് ഈ ക്ലാസ് പങ്കെടുക്കുമ്പോൾ ഇതിനുമപ്പുറം ഒരുപാട് പ്രശ്നങ്ങളെ അതിജീവിച്ച് മുമ്പോട്ട് പോകേണ്ടുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ. മുമ്പ് കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുണ്ട്. ഭക്ഷ്യക്ഷാമം നന്നായിട്ട് വരുന്ന ഒരു കാലം കൂടിയാണ്. ചടങ്ങിൽ വാർഡ് കൌൺസിലർ ടി സുജൻ അധ്യക്ഷനായിരുന്നു. ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ടി എം മറിയം ഹസീന, കൊയിലാണ്ടി നഗരസഭാ ചെയർപേഴ്സൺ ശാന്ത ടീച്ചർ, ചേളന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീധരൻ മാസ്റ്റർ, കക്കോടി പഞ്ചായത്ത് പ്രസിഡന്റ് കവിത മനോജ്, ചേമഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് അനിത മതിലിച്ചേരി, NP ഹംസക്കോയ, കിഷൻ ചന്ദ് തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു. KVK പെരുവണ്ണാമൊഴി സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് KP പ്രദീപ് ശുദ്ധജല മത്സ്യകൃഷി പരിശീലനം നൽകി. ശുദ്ധജല മത്സ്യകൃഷി, ആറ്റുകൊഞ്ച്, ഒരു നെല്ലും ഒരു മീനും, ചെമ്മീൻ, സംയോജിത മത്സ്യകൃഷി, ഞണ്ട്, കരിമീൻ, കല്ലുമ്മക്കായ, പടുതാക്കുളം, അടുക്കളത്തോട്ടം എന്നിവയും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരപ്പറമ്പ് എരഞ്ഞിപ്പാലം റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ കാരപ്പറമ്പ് ജംഗ്ഷനിൽ ജനകീയ റോഡ് ഉപരോധം സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ ജില്ലാ ജോയിന്റ് സെക്രട്ടറി വരുൺ ഭാസ്കർ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. കാരപ്പറമ്പ് എരഞ്ഞിപ്പാലം റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ കാരപ്പറമ്പ് ജംഗ്ഷനിൽ ജനകീയ റോഡ് ഉപരോധം സംഘടിപ്പിച്ചു. കാരപ്പറമ്പ് എരഞ്ഞിപ്പാലം വേങ്ങേരി റോഡിന്റെ ശോചനീയാവസ്ഥ കാരണം മണിക്കൂറുകൾ നീളുന്ന ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. രോഗികളുമായി നഗരത്തിലെ വിവിധ ആശുപത്രികളിലേക്ക് പോകുന്ന ആംബുലൻസുകൾ ഈ ഗതാഗത സ്തംഭനത്തിൽ പെട്ടുപോകാറുണ്ട്. പലതവണ നിവേദനങ്ങൾ നൽകിയെങ്കിലും പരിഹാരമാവാത്തതിനെ തുടർന്നാണ് ഡിവൈഎഫ്ഐ പ്രക്ഷോഭവുമായി രംഗത്തിറങ്ങിയത്. ഡിവൈഎഫ്ഐ ജില്ലാ ജോയിന്റ് സെക്രട്ടറി വരുൺ ഭാസ്കർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം CM ജംഷീർ, നോർത്ത് ബ്ലോക്ക് പ്രസിഡന്റ് V സുധീർ, മുഹമ്മദ് കോയ, K സിനി, ഷിജിത്ത്, പ്രബീഷ് എന്നിവർ നേതൃത്വം നൽകി. വെള്ളിയാഴ്ച രാത്രി തന്നെ റോഡിന്റെ അറ്റകുറ്റപ്പണി ആരംഭിക്കുമെന്ന ജില്ലാ കളക്ടറുടെ അറിയിപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ അറിയിച്ചതോടെയാണ് പ്രവർത്തകർ ഉപരോധം അവസാനിപ്പിച്ച് പിരിഞ്ഞുപോയത്.
ഇന്ന് രാത്രി തന്നെ ഇതിന്റെ വർക്ക് തുടങ്ങും എന്ന് സ്റ്റാർട്ട് ചെയ്യും എന്നാണ് അദ്ദേഹം അറിയിച്ചത്. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് സംസാരിക്കാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇത് ഒരു അറിയിപ്പായിട്ട് നിങ്ങൾ കരുതാം. NV ബാലകൃഷ്ണന്റെ മതം, ലൈംഗികത, മൂലധനം, പരിസ്ഥിതി എന്ന പുസ്തകം സെപ്റ്റംബർ 6 കൊയിലാണ്ടിയിൽ പ്രകാശനം ചെയ്യും. സ്റ്റേഡിയം കോർണറിൽ നടക്കുന്ന ചടങ്ങിൽ VS അച്യുതാനന്ദൻ ബിനോയ് വിശ്വത്തിന് ആദ്യ പ്രതി നൽകിക്കൊണ്ട് പ്രകാശന കർമ്മം നിർവഹിക്കും. മാർക്സിയൻ വിശകലന രീതിയിൽ സമകാലിക വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന ലേഖനങ്ങളാണ് മതം, ലൈംഗികത, മൂലധനം, പരിസ്ഥിതി എന്ന പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്ന് ഗ്രന്ഥകാരൻ NV ബാലകൃഷ്ണൻ പറഞ്ഞു. താനിപ്പോൾ പ്രവർത്തിക്കുന്ന പത്രത്തിനായി തയ്യാറാക്കിയ ലേഖനങ്ങളിൽ നിന്നും പ്രസാധകർ തെരഞ്ഞെടുത്തവയാണ് ഇവ. ഇടതുപക്ഷ വായനക്കാർക്ക് മാത്രമല്ല, സ്ത്രീ ശാക്തീകരണവാദികൾക്കും പരിസ്ഥിതി പ്രവർത്തകർക്കും ഈ ഗ്രന്ഥം ഏറെ പ്രയോജനപ്പെടും. പുസ്തകത്തിന്റെ ആദ്യ പ്രതി പ്രകാശനം നടക്കാതെ പോയെങ്കിലും രണ്ടാം പ്രതിയുടെ പ്രകാശനത്തിന് CPM കൊയിലാണ്ടി ഘടകത്തിന്റെ എല്ലാ പിന്തുണയും ഉണ്ടായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സെപ്റ്റംബർ 6 VS അച്യുതാനന്ദൻ പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിക്കും. CPI ദേശീയ കൌൺസിൽ അംഗം ബിനോയ് വിശ്വം ആദ്യപ്രതി ഏറ്റുവാങ്ങും. ചലച്ചിത്ര നടൻ അനൂപ് ചന്ദ്രൻ പുസ്തകം പരിചയപ്പെടുത്തും. സാഹിത്യകാരൻ കൽപ്പറ്റ നാരായണൻ, KNA ഖാദർ MLA, CPM ജില്ലാ സെക്രട്ടറി P മോഹനൻ, KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ, BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് MT രമേശ് തുടങ്ങിയവരും സംബന്ധിക്കും. 2004 കോഴിക്കോട്ട് ആരംഭിച്ച ജ്ഞാനേശ്വരി പബ്ലിക്കേഷൻസിന്റെ 100ാമത് പുസ്തകമാണ് മതം, ലൈംഗികത, മൂലധനം, പരിസ്ഥിതി എന്ന പുസ്തകം. കോഴിക്കോട് കോർപ്പറേഷൻ പട്ടികജാതി വിവിധോദ്ദേശ സർവീസ് സഹകരണ സംഘത്തിന്റെ കൺസ്യൂമർ സ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചു. ഡെപ്യൂട്ടി മേയർ പ്രൊഫസർ PT അബ്ദുൽ ലത്തീഫ് പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. കോഴിക്കോട് കോർപ്പറേഷൻ പട്ടികജാതി വിവിധോദ്ദേശ സർവീസ് സഹകരണ സംഘത്തിന്റെ കൺസ്യൂമർ സ്റ്റോർ ഉദ്ഘാടനം ഡെപ്യൂട്ടി മേയർ പ്രൊഫസർ PT അബ്ദുൽ ലത്തീഫ് നിർവഹിച്ചു. വസ്തുക്കളുടെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ വേഗതയൊന്നും ഞാനാരും പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടുന്ന കാര്യമില്ല. അത്തരൊരു സന്ദർഭത്തിൽ ഒരുമിച്ച് നിൽക്കുന്ന ഒരു സൊസൈറ്റി, പ്രത്യേകിച്ച് ഈ സാമൂഹ്യമായ പദവിയുടെ ഉയർച്ചയിൽ വലിയ തോതിലുള്ള പ്രത്യേക പരിരക്ഷ ആവശ്യപ്പെടുന്ന, പതിറ്റാണ്ടുകളായി വലിയ തോതിലുള്ള സാമൂഹ്യ അടിച്ചമർത്തലിന് വിധേയമായിട്ടുള്ള വിഭാഗങ്ങൾക്ക് പൊതുധാരയിൽ ഫലപ്രദമായി ഇടപെടുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് ഈ സാധന പ്രസ്ഥാനം. സംഘം പ്രസിഡന്റ് T പുരുഷു അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി MM രസ്ല റിപ്പോർട്ട് അവതരിപ്പിച്ചു. കൌൺസിലർ T കിഷൻ ചന്ദ്, വൈസ് പ്രസിഡന്റ് P ഉദയകുമാർ, അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ TP ജയരാജൻ, സുബ്രഹ്മണ്യൻ തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു. ആയുഷ് വകുപ്പിന്റെയും കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെയും കീഴിൽ കുട്ടികൾക്കും കൌമാരപ്രായക്കാർക്കുമായുള്ള ആയുർവേദ കേന്ദ്രം, ആയുർവേദിക് ചൈൽഡ് ആൻഡ് അഡോളസന്റ് കെയർ സെന്റർ, ആയുഷ് കാമീയം ആയുർവേദ ഗ്രാമം തലക്കുളത്തൂർ പുറക്കാട്ടിരിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. സെപ്റ്റംബർ 6 ഞായറാഴ്ച ആരോഗ്യവകുപ്പ് മന്ത്രി VS ശിവകുമാർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കുട്ടികളുടെ ആരോഗ്യ പരിപാലനം വളരെയേറെ പ്രാധാന്യമർഹിക്കുന്ന ഇക്കാലത്ത് കുട്ടികളിൽ കണ്ടുവരാറുള്ള ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ, ദഹന വ്യവസ്ഥയിലെ തകരാറുകൾ, ഹോർമോൺ വ്യതിയാനങ്ങൾ തുടങ്ങി പഠന പെരുമാറ്റ പ്രശ്നങ്ങൾ, ഓട്ടിസം, ADHD, അപസ്മാരം, ബുദ്ധിമാന്ദ്യം, വിഷാദരോഗം തുടങ്ങി ശാരീരികവും മാനസികവുമായ എല്ലാതരം പ്രശ്നങ്ങളെയും സമഗ്രമായി അപഗ്രഥിച്ച് പരിഹരിക്കുന്ന രീതിയാണ് ആയുർവേദിക് ചൈൽഡ് ആൻഡ് അഡോളസന്റ് കെയർ സെന്ററിലേത് എന്ന് DMO ഡോക്ടർ N ശ്രീകുമാർ പറഞ്ഞു. ആയുർവേദ ചികിത്സയോടൊപ്പം സൈക്കോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ഒക്യുപേഷണൽ തെറാപ്പി, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, റെമഡിയൽ ട്രെയിനിംഗ്, ഫാമിലി തെറാപ്പി, ഗ്രൂപ്പ് തെറാപ്പി, യോഗ, പാരന്റ് ഗ്രൂപ്പ് ട്രെയിനിംഗ് തുടങ്ങിയ അനുബന്ധ തെറാപ്പികളും സമന്വയിപ്പിച്ചുകൊണ്ട് ഓരോ കുട്ടിയുടെയും പ്രശ്നങ്ങളെ സമഗ്രമായി വിശകലനം ചെയ്ത് പരിഹരിക്കുന്ന രീതി ഇവിടുത്തെ പ്രത്യേകതയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. 2010 ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ ആരംഭിച്ച കുട്ടികൾക്കായുള്ള ആയുരാശ്വാസ് പദ്ധതി, 2013 ആരംഭിച്ച സ്പന്ദനം പ്രൊജക്ട് എന്നിവയിൽ 15,000-ഓളം കുട്ടികൾ ഗുണഭോക്താക്കളാണ്. ഈയൊരു കാരണമാണ് കുട്ടികൾക്കു വേണ്ടി മാത്രമായി ചികിത്സാ സെന്റർ തുടങ്ങാൻ കാരണമായത്. ആയുഷ് കാമീയം ആയുർവേദ ഗ്രാമം തലക്കുളത്തൂർ പുറക്കാട്ടിരിയിൽ സെപ്റ്റംബർ 6 പ്രവർത്തനം തുടങ്ങുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ആരോഗ്യമന്ത്രി VS ശിവകുമാർ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. എണ്ണമറ്റ മൂല്യങ്ങളെ ഒരൊറ്റ പ്രതീകത്തിൽ സമഞ്ജസമായി സമന്വയിപ്പിക്കുന്ന ഒരാഘോഷമാണ് ഓണമെന്ന് സാഹിത്യകാരി KP സുധീര. SBT റിട്ടയർഡ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ കുടുംബസംഗമവും ഓണാഘോഷവും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അവർ.
SBT റിട്ടയർഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ കുടുംബസംഗമവും ഓണാഘോഷവും അളകാപുരി ഓഡിറ്റോറിയത്തിൽ നടന്നു. സാഹിത്യകാരി KP സുധീര ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. എണ്ണമറ്റ മൂല്യങ്ങളെ ഒരൊറ്റ പ്രതീകത്തിൽ സമഞ്ജസമായി സമന്വയിപ്പിക്കുന്ന ഒരാഘോഷമാണ് ഓണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ KP സുധീര പറഞ്ഞു. നമ്മിൽ ഘനീഭവിച്ചുപോയ നിശബ്ദതയെ ഉണർത്താനും മരവിപ്പിനെ ഇല്ലാതാക്കുവാനും ഓണത്തിന് കഴിയുമെന്നും അവർ കൂട്ടിച്ചേർത്തു. ഓണമെന്നാൽ എണ്ണമറ്റ മൂല്യങ്ങളെ ഒരൊറ്റ പ്രതീകത്തിൽ സമഞ്ജസമായി സമന്വയിപ്പിക്കുന്ന ഒരാഘോഷമാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മിലൊക്കെ ഘനീഭവിച്ചു പോയ നിശബ്ദതയെ ഉണർത്തുവാനും നമ്മുടെ നൈരന്തര്യങ്ങളിലുള്ള നമ്മുടെ മരവിപ്പിനെ ഇല്ലാതാക്കാനും ഒക്കെ ഓണം സഹായിക്കുന്നു. റിട്ടയർഡ് ഓഫീസേഴ്സ് ജനറൽ സെക്രട്ടറി T. ബാലകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. K. കൃഷ്ണദാസ്, MD ഹംസിനി മേനോൻ, ബാലഗംഗാധരൻ, K. മാധവൻ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ഇന്ന് തീയതി 10 പെട്ടെന്നാവണം തീരുമാനം. എനിക്ക് കല്യാണത്തിന് ഗോൾഡ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് എന്ന് മതി. അവിടേക്ക് തന്നെയല്ലേ നമ്മൾ പോണേ. മോക്ക് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിലുള്ള ഉറപ്പ് എനിക്ക് ചെറുക്കന്റെ കാര്യത്തിലുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. മലബാറിന്റെ ആഘോഷങ്ങൾ ഞങ്ങളെക്കാൾ മറ്റാർക്കറിയാം. സിൽക്കി വെഡിങ്സ്, സ്വപ്നനഗരി, കോഴിക്കോട്. ഇപ്രാവശ്യമെങ്കിലും മനസ്സ് നിറഞ്ഞു സ്വർണ്ണം എടുക്കണം കേട്ടോ. കഴിഞ്ഞ തവണ തന്നെ മനസ്സിന് ഒട്ടും തൃപ്തിയായില്ല. അതെങ്ങനെയാ? ആകെ 5 എണ്ണം കണ്ടിട്ട് അതിൽ നിന്ന് 1 തിരഞ്ഞെടുക്കാൻ പറഞ്ഞ മനസ്സിന് എങ്ങനെ തൃപ്തി വരും? കാശ് എണ്ണിക്കൊടുത്ത് വാങ്ങിക്കണതല്ലേ. കഴിഞ്ഞ തവണ നമ്മൾ നിറയെ കടകളിൽ കയറി ഇറങ്ങി, എന്നിട്ട് മനസ്സിന് പിടിച്ചത് കിട്ടിയില്ല. ബുദ്ധിയുള്ളവർ കല്യാൺ ജ്വല്ലേഴ്സിൽ പോകും. അവിടെ ആവുമ്പോ നമുക്ക് തെരഞ്ഞെടുക്കാം ആയിരക്കണക്കിന് ഡിസൈനുകളിൽ നിന്ന്. അതാ പുതിയ വലിയ കളക്ഷൻ ഉൾപ്പെടെ 7 പുതുമകളുമായി കല്യാൺ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കാലിക്കറ്റ്. എന്നാലേ ഞങ്ങളുടെ ഫിനിഷിംഗ് പോയിന്റ് അവിടെയാ. കല്യാൺ സിൽക്സ് ഓണോത്സവം 2015. ദിവസേന നേടൂ സ്കൂട്ടർ, TV, വാഷിംഗ് മെഷീൻ, AC, സ്മാർട്ട് ഫോൺ, ഗിഫ്റ്റ് വൗച്ചറുകൾ. ആഴ്ചതോറും നേടൂ കാർ. ബമ്പർ സമ്മാനം 101 പവൻ സ്വർണം. അങ്ങനെ 1.5 കോടി രൂപയുടെ സമ്മാനങ്ങൾ. ഓണക്കോടിയോടൊപ്പം 1.5 കോടി. കല്യാൺ സിൽക്സ്. വാർത്തകൾ തുടരുന്നു. കൊയിലാണ്ടി നഗരസഭ കൊല്ലം ചിറയ്ക്ക് സമീപം 45 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച പാർക്ക് കുട്ടികൾക്കായി തുറന്നുകൊടുത്തു. നടൻ ജോയ് മാത്യു പാർക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പൊതു ഇടങ്ങൾ അന്യമാകുന്ന കാലത്ത് കുട്ടികൾക്ക് കളിക്കാനും രസിക്കാനും വിശ്രമിക്കാനുമായി കൊയിലാണ്ടി നഗരസഭയുടെ പാർക്ക് തുറന്നു. ചരിത്രപ്രസിദ്ധമായ പിഷാരികാവ് ക്ഷേത്രത്തിനും പാറപ്പള്ളിക്കും സമീപത്തായി കൊല്ലം ചിറയുടെ കരയിലാണ് മനോഹരമായ പാർക്ക് ഒരുക്കിയിരിക്കുന്നത്. നടൻ ജോയ് മാത്യു പാർക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ബാലനടിക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ അന്ന ഫാത്തിമ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. 40 സെന്റ് സ്ഥലത്ത് 45 ലക്ഷം രൂപ ചെലവിലാണ് കുട്ടികളുടെ പാർക്ക് നിർമ്മിച്ചത്. ദിവസവും വൈകിട്ട് 3 മണി മുതൽ രാത്രി 8 മണി വരെയായിരിക്കും പാർക്കിലേക്ക് പ്രവേശനം. നഗരസഭാ അധ്യക്ഷ K. ശാന്ത അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർമാൻ T. K. ചന്ദ്രൻ, കൌൺസിലർമാരായ P. K. ബാലകൃഷ്ണൻ, T. K. രാജേഷ്, K. ഓമന, A. P. സുധീഷ് എന്നിവർ സംസാരിച്ചു. കൃഷ്ണവേഷമണിഞ്ഞ ബാലികാ ബാലന്മാർ ഗ്രാമ നഗരവീഥികൾ കീഴടക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ജില്ലയിൽ ശ്രീകൃഷ്ണ ജയന്തി ബാലദിനാഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി വരുന്നു. ശോഭായാത്രയിൽ അണിനിരക്കുന്ന നിശ്ചല ദൃശ്യങ്ങളുടെയും ഭക്തർക്ക് വിതരണം ചെയ്യാനുള്ള പ്രസാദത്തിന്റെയും ഒരുക്കങ്ങളാണ് തകൃതിയായി നടക്കുന്നത്.
പീലിത്തിരുമുടിയും ഗോപിക്കുറിയും പീതാംബരവും ഓടക്കുഴലും വനമാലയുമായി കൃഷ്ണവേഷമണിഞ്ഞ ബാലികാബാലന്മാർ ഗ്രാമനഗര വീഥികൾ കീഴടക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ശ്രീകൃഷ്ണ ജയന്തി ബാലദിനാഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ ജില്ലയിൽ പൂർത്തിയായി വരുന്നു. വീടിന് ഗോവ് നാടിന് കാവ് മണ്ണിനും മനസ്സിനും പുണ്യം എന്ന സന്ദേശവുമായാണ് ഇത്തവണ ശ്രീകൃഷ്ണ ജയന്തി ബാലദിനാഘോഷങ്ങൾ നടക്കുന്നത്. ജില്ലയിൽ 3000 ശോഭായാത്രകളാണ് സംഘാടകർ ഒരുക്കിയിരിക്കുന്നത്. കൃഷ്ണവേഷമണിഞ്ഞ ബാലികാബാലന്മാർ, ഗോപികാവേഷം ധരിച്ച ബാലികമാർ, താലപ്പൊലി, ചെണ്ടമേളം, പഞ്ചവാദ്യം, വിവിധ നിശ്ചല ദൃശ്യങ്ങൾ, ഭജന സംഘങ്ങൾ തുടങ്ങിയവ ശോഭായാത്രകൾക്ക് മാറ്റുകൂട്ടും. പ്രാദേശിക ശോഭായാത്രകൾ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നാരംഭിച്ച് പ്രധാന സ്ഥലങ്ങളിൽ സംഗമിച്ച് മഹാശോഭായാത്രയായി ക്ഷേത്രങ്ങൾ, ആധ്യാത്മിക കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ സമാപിക്കും. തുടർന്ന് പ്രസാദ വിതരണവും നടത്തും. ബാലഗോകുലം കോഴിക്കോട് മഹാനഗരത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള ആഘോഷ പരിപാടികളുടെ ഭാഗമായി സെപ്റ്റംബർ 5 രാവിലെ 5 ഭജനരഥങ്ങൾ നഗരപ്രദക്ഷിണം ചെയ്യും. തുടർന്ന് രാവിലെ 7 മാനസികാരോഗ്യ കേന്ദ്രം കുതിരവട്ടം, ബാലസദനം വെള്ളിമാടുകുന്ന്, വൃദ്ധസദനം വെള്ളിമാടുകുന്ന്, ബാലികാ സദനം ചേവായൂർ, ബാലസദനം ചെറുവറ്റ തുടങ്ങിയ സ്ഥലങ്ങളിൽ പ്രസാദ വിതരണം നടത്തി ബാലദിന സന്ദേശം നൽകും. വിവിധ നഗരസമിതികളുടെ ആഭിമുഖ്യത്തിൽ എരഞ്ഞിപ്പാലം ശ്രീ തായാട്ട് ഭഗവതി ക്ഷേത്രം, വെള്ളയിൽ ശ്രീ വലിയ കാമ്പുറം ഗുരുക്ഷേത്ര പരിസരം, ശ്രീ അഴകൊടി ദേവി ക്ഷേത്രം, തറയ്ക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രം, പന്നിയങ്കര ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ നിന്നാരംഭിക്കുന്ന വിവിധ ഉപശോഭായാത്രകൾ ബലരാമനും പഞ്ചപാണ്ഡവരും നയിക്കും. ഈ ഉപശോഭായാത്രകൾ നഗരത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ വെച്ച് മഹാശോഭായാത്രയിൽ സംഗമിച്ച് മുതലക്കുളം അന്നപൂർണേശ്വരി ക്ഷേത്ര പരിസരത്ത് പ്രത്യേകം തയ്യാറാക്കിയ അമ്പാടിയിൽ സമാപിക്കും. ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്രകൾക്കൊടുവിൽ ഭക്തർക്ക് വിതരണം ചെയ്യാനുള്ള പ്രസാദം തയ്യാറാക്കുന്ന തിരക്കിലാണ് ഒരു കൂട്ടം അമ്മമാർ. ശ്രീകൃഷ്ണന്റെ ഇഷ്ടനിവേദ്യമായ അവിലാണ് പ്രസാദമായി നൽകാറ്. അവരൊരു കടമയായിട്ട് വന്നിട്ട് അവർ പാക്ക് ചെയ്ത് അതായത് നമ്മുടെ കോഴിക്കോട് മഹാനഗരത്തിലുള്ള പങ്കെടുക്കുന്ന മുഴുവൻ കുട്ടികൾക്കും വിതരണം ചെയ്യാനുള്ളതാണ് ഈ പ്രസാദം. അത് പാക്ക് ചെയ്ത് ഇന്ന് നമ്മൾ അവിടെ മഹാനഗരത്തിൽ എത്തിക്കുകയാണ് ചെയ്യുക. ബാലഗോകുലം കോഴിക്കോട് മഹാനഗരത്തിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന മഹാശോഭായാത്രയിൽ പങ്കെടുക്കുന്ന ആയിരക്കണക്കിന് ഭക്തർക്ക് നൽകാനുള്ള പ്രസാദമാണിത്. തളി പത്മശ്രീ കല്യാണ മണ്ഡപത്തിലാണ് പ്രസാദം തയ്യാറാക്കുന്നത്. 30ാമത് സംസ്ഥാന സബ് ജൂനിയർ ടെനിക്കോയ് ചാമ്പ്യൻഷിപ്പ് ബേപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. സെപ്റ്റംബർ 19 മുതൽ 3 ദിവസം നീണ്ടു നിൽക്കുന്ന മത്സരങ്ങൾക്കായി സ്വാഗത സംഘം രൂപീകരിച്ചു. അഡ്വക്കേറ്റ് എടത്തൊടി രാധാകൃഷ്ണനാണ് സ്വാഗത സംഘം ചെയർമാൻ. 30ാമത് സംസ്ഥാന സബ് ജൂനിയർ ടെന്നിക്കോയ് ചാമ്പ്യൻഷിപ്പിന്റെ സ്വാഗത സംഘം രൂപീകരിച്ചു. സെപ്റ്റംബർ 19, 20, 21 തീയതികളിൽ ബേപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് മത്സരങ്ങൾ നടക്കുക. MK രാഘവൻ MP, മേയർ AK പ്രേമജം, എളമരം കരീം MLA, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉഷാദേവി ടീച്ചർ, നഗരാസൂത്രണ കമ്മിറ്റി ചെയർപേഴ്സൺ T രജനി, കൌൺസിലർമാരായ T ഹസൻ, P ദേവരാജൻ, PV ഹൈദരാലി, KK സൈഫുന്നീസ, P ജലജ, P പ്രസീജ തുടങ്ങിയവരാണ് രക്ഷാധികാരികളെന്ന് സ്വാഗത സംഘം ചെയർമാൻ അഡ്വക്കേറ്റ് എടത്തൊടി രാധാകൃഷ്ണൻ പറഞ്ഞു. സ്വാഗത സംഘ രൂപീകരണ യോഗത്തിൽ TK അബ്ദുൾ ഗഫൂർ, P രാജീവ്, N സതീശൻ, VP ശിവദാസൻ, ഡോക്ടർ MP പത്മനാഭൻ, മുഹമ്മദ് കോയ ബേപ്പൂർ, സലീം റോയൽ, പ്രദീപ് ഹുഡിനോ, അഡ്വക്കേറ്റ് MKA സലീം, UP സാബിറ, മുരളി ബേപ്പൂർ തുടങ്ങിയവർ പങ്കെടുത്തു. ബിജെപിക്കെതിരെ കേരളത്തിൽ അക്രമം തുടർന്നാൽ കേന്ദ്ര നേതൃത്വം നോക്കി നിൽക്കില്ലെന്ന് ബിജെപിയുടെ ലോക്സഭയിലെ ചീഫ് വിപ്പ് അർജുൻ മേഘ്വാൾ. കോഴിക്കോട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അക്രമം ആര് നടത്തിയാലും പാർട്ടി നോക്കാതെ നടപടിയെടുക്കാൻ ആഭ്യന്തര വകുപ്പ് തയ്യാറാകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. Any person belonging to any party, if they do some atrocity with some party worker, the Home Minister should take stringent action. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് SFI ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ മലബാർ ക്രിസ്ത്യൻ കോളേജിൽ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കേളുവേട്ടൻ പഠന ഗവേഷണ കേന്ദ്രം ഡയറക്ടർ KT കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് SFI ജില്ലാ കമ്മിറ്റി മലബാർ ക്രിസ്ത്യൻ കോളേജിൽ സംഘടിപ്പിച്ച കൂട്ടായ്മ കേളുവേട്ടൻ പഠന ഗവേഷണ കേന്ദ്രം ഡയറക്ടർ KT കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ത്യയുടെ പ്രധാനപ്പെട്ട അക്കാദമിക സാംസ്കാരിക സ്ഥാപനങ്ങളുടെയൊക്കെ തലപ്പത്ത് അക്കാദമികമായ യോഗ്യതകളില്ലാത്ത, എന്നാൽ സംഘപരിവാറാണ് RSS ആണ് എന്ന ഒറ്റ മാനദണ്ഡം വെച്ച് പല ആളുകളെയും അക്കോമഡേറ്റ് ചെയ്യും. കോളേജിന് മുന്നിലെ ഒപ്പുമരത്തിൽ 100 കണക്കിന് വിദ്യാർത്ഥികൾ ഒപ്പിട്ട് സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. ജില്ലാ പ്രസിഡന്റ് KM നീനു അധ്യക്ഷയായി. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി K അശ്വന്ത് സംസാരിച്ചു. അരുൺ C ആനന്ദ് സ്വാഗതം പറഞ്ഞു. മീഞ്ചന്ത ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പ്രൊഫസർ NP അബ്ദുൽ നാസർ ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി ബിദുൽ സംസാരിച്ചു.
പേരാമ്പ്ര CKG കോളേജിൽ നാടക നടൻ മുഹമ്മദ് പേരാമ്പ്ര ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് VR ഷിജിത്ത്, ഏരിയ സെക്രട്ടറി അതുൽദാസ് എന്നിവർ സംസാരിച്ചു. നാദാപുരം IHRDയിൽ ജില്ലാ കമ്മിറ്റി അംഗം T സൂരജും ബാലുശ്ശേരി കോപ്പറേറ്റീവ് കോളേജിൽ ഏരിയ സെക്രട്ടറി UP അഖിലും ഉദ്ഘാടനം ചെയ്തു. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ജെംസ്റ്റോൺ ജ്വല്ലറി ഫെസ്റ്റിവൽ. അമൂല്യരത്നങ്ങളും അൺകട്ട് ഡയമണ്ടുകളും കോർത്തിണക്കിയ ഓണപ്പൂക്കൾ പോലെ മനോഹരമായ ആഭരണങ്ങൾ. അണിയൂ ഓണത്തിന്റെ വർണ്ണപ്പൊലിമ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. BJPയുടെ മുതിർന്ന നേതാവായിരുന്ന C പ്രഭാകരന്റെ 7ാമത് അനുസ്മരണ പ്രഭാഷണവും അവാർഡ് സമർപ്പണവും നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്നു. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി KP ശ്രീശൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ശ്രീ പ്രഭാകരൻ ട്രസ്റ്റും BJP ജില്ലാ സമിതിയും സംയുക്തമായാണ് അനുസ്മരണം സംഘടിപ്പിച്ചത്. BJP ജില്ലാ കമ്മിറ്റിയും C പ്രഭാകരൻ സ്മാരക ട്രസ്റ്റും ചേർന്ന് നളന്ദ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച C പ്രഭാകരൻ അനുസ്മരണ സമ്മേളനം BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി KP ശ്രീശൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കളക്ടറാവട്ടെ, കമ്മീഷണറാകട്ടെ, വികസനവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ലോ ആൻഡ് ഓർഡറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏതൊരു യോഗം വിളിച്ചാലും ഒരിക്കലും ഒരു വാർഡ് മെമ്പർ പോലും ആയിട്ടില്ലാത്ത C പ്രഭാകരന്റെ സാന്നിധ്യം ഉറപ്പുവരുത്താൻ വേണ്ടി അവർ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ആ വിഷയത്തോടുള്ള സത്യസന്ധത, പക്വത, അതിന്റെയൊക്കെ പേരിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം, അദ്ദേഹം ഒരു ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ് അല്ല എങ്കിൽ പോലും BJP ജില്ലാ പ്രസിഡന്റ് P രഘുനാഥ് അധ്യക്ഷത വഹിച്ചു. 2015 ദേശീയ ഗെയിംസിൽ സൈക്ലിംഗിൽ സ്വർണ്ണ മെഡൽ നേടിയ കോഴിക്കോട് പുതിയാപ്പ സ്വദേശിനി TP അഞ്ജിതയ്ക്കുള്ള പുരസ്കാരം മാതൃഭൂമി മാനേജിംഗ് എഡിറ്റർ PV ചന്ദ്രൻ സമ്മാനിച്ചു. BMS സംസ്ഥാന വൈസ് പ്രസിഡന്റ് K ഗംഗാധരൻ C പ്രഭാകരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. കേരളത്തിലെ ന്യൂനപക്ഷ പ്രീണന രാഷ്ട്രീയം എന്ന വിഷയത്തിൽ RSS പ്രാന്തീയ ബൌദ്ധിക് പ്രമുഖ് KP രാധാകൃഷ്ണൻ പ്രഭാഷണം നടത്തി. ഫുട്ബോളിനെ വിനോദത്തിനു പുറമെ വികാരമായി കൊണ്ടു നടക്കുന്ന നൈനാം വളപ്പുകാരെ മറ്റു പ്രദേശത്തുകാരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഹർത്താലിന് എതിരെയുള്ള മനോഭാവമാണെന്ന് നടൻ ദേവൻ പറഞ്ഞു. നൈനാം വളപ്പ് ഫുട്ബോൾ ഫാൻസ് അസോസിയേഷൻ നടത്തിയ എൻഫോമെറിറ്റ് ഈവനിംഗിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹർത്താലുകളെ പടിക്കുപുറത്ത് നിർത്താനുള്ള നൈനാം വളപ്പുകാരുടെ ചങ്കൂറ്റം ഇന്ത്യയിൽ ഒരു പ്രദേശത്തും കാണില്ലെന്ന് നടൻ ദേവൻ അഭിപ്രായപ്പെട്ടു. നൈനാം വളപ്പ് ഫുട്ബോൾ ഫാൻസ് അസോസിയേഷനും ദമാം അസോസിയേഷനും ചേർന്ന് സംഘടിപ്പിച്ച എൻഫോമെറിറ്റ് ഈവനിംഗിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. പലരും ഹർത്താലുകൾക്കെതിരെ ഒരു ധർണയോ മറ്റോ സംഘടിപ്പിച്ച് തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തുമ്പോൾ ഇവിടെ നൈനാം വളപ്പുകാർ 40 വർഷം മുൻപേ ഹർത്താലുകളെ ചെറുത്തു തോൽപ്പിച്ചു. ആ പാരമ്പര്യം പുതിയ തലമുറയും വീറോടെ പ്രാവർത്തികമാക്കുന്നുവെന്നത് അഭിമാനകരമായ നേട്ടം തന്നെയാണെന്ന് ദേവൻ പറഞ്ഞു. നൈനാം വളപ്പ് ഫുട്ബോൾ ഫാൻസ് അസോസിയേഷൻ പ്രസിഡന്റ് NV സുബൈർ അധ്യക്ഷനായിരുന്നു. എൻഫോമെറിറ്റ് ഈവനിംഗ് ഡോക്ടർ P രാജൻ ഉദ്ഘാടനം ചെയ്തു. നൈനാം വളപ്പിൽ നിന്ന് SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ SV ആയിഷ സലൂജ, P ഹുബ്ര, NV ആയിഷ ജഫാദ, M ഷംന എന്നിവരെയും സംസ്ഥാന സിവിൽ എഞ്ചിനീയറിംഗ് സർട്ടിഫിക്കറ്റ് പരീക്ഷയിൽ 4ാം റാങ്ക് നേടിയ NV റുസീന, MDS പരീക്ഷയിൽ 5ാം റാങ്ക് നേടിയ ഡോക്ടർ M ജംഷീദ് ഉസ്മാൻ, BDS പരീക്ഷയിൽ മികച്ച പ്രകടനം നടത്തിയ ഡോക്ടർ PA നിഹാദ, മധ്യപ്രദേശിൽ നടക്കുന്ന ദേശീയ കുംഫു ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ PP ഹുവാദ് എന്നിവരെയും ആദരിച്ചു. ഉപഹാരങ്ങൾ നടൻ ദേവൻ സമ്മാനിച്ചു. ഫിഫ ലോജിസ്റ്റിക് മാനേജറായിരുന്ന CKP ഷാനവാസ്, ദമാം അസോസിയേഷൻ ട്രഷറർ PK ജംഷീദ്, എൻഫ ജനറൽ സെക്രട്ടറി മുജീബ് റഹ്മാൻ, ജോയിന്റ് സെക്രട്ടറി NV നൌഫൽ തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു. മലബാർ കലാപത്തിന്റെ സ്മരണകളും പഠനങ്ങളും രേഖപ്പെടുത്തിയ ബൃഹത് ഗ്രന്ഥം 94ാം വാർഷികത്തിന്റെ ഭാഗമായി വീണ്ടും പുറത്തിറക്കി. 3.5 പതിറ്റാണ്ട് മുൻപ് പുറത്തിറക്കിയ പുസ്തകത്തിന്റെ മുഴുവൻ കോപ്പികളും വിറ്റുപോയിരുന്നു. മലബാർ കലാപം 1921 എന്ന പുസ്തകം വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി പ്രകാശനം ചെയ്തു. 3.5 പതിറ്റാണ്ട് മുൻപ് പുറത്തിറക്കിയ പുസ്തകത്തിന് ചരിത്ര ഗവേഷകരിൽ നിന്നടക്കം വൻ സ്വീകാര്യതയാണ് ലഭിച്ചിരുന്നത്. ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ എല്ലാ ക്രൂരതകളെയും വ്യക്തമായി അനാവരണം ചെയ്തിരുന്ന ഗ്രന്ഥം തേടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഗവേഷകരും ചരിത്രാന്വേഷികളുമടക്കം തിരൂരങ്ങാടിയിലെത്തിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് പുസ്തകം വീണ്ടും പുനഃപ്രസിദ്ധീകരിച്ചത്. തിരൂരങ്ങാടി PSMO കോളേജിൽ നടന്ന ചടങ്ങിൽ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി മലബാർ കലാപം 1921 എന്ന ഗ്രന്ഥം പ്രകാശനം ചെയ്തു. പുതിയ തലമുറയ്ക്ക് ചരിത്ര വെളിച്ചം പകരാൻ ഈ ബൃഹത് ഗ്രന്ഥം സഹായകരമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ പുസ്തകം ഇങ്ങനെ പുനഃപ്രസിദ്ധീകരിക്കുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അത് വളരെയധികം ഗഹനമായ പഠനം അറിയിക്കുന്ന ഒരു വിഷയമാണ്.
വിദ്യാഭ്യാസ മന്ത്രി പി.കെ. അബ്ദുറബ്ബ ആദ്യ കോപ്പി ഏറ്റുവാങ്ങി. പരിപാടിയോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ചരിത്ര സെമിനാർ ഡോക്ടർ കെ.കെ.എൻ. കുറുപ്പ് ഉദ്ഘാടനം ചെയ്തു. കെ. കുട്ടി അഹമ്മദ് കുട്ടി, സി.പി. സൈതൽവി, കെ. മുഹമ്മദ് അബ്ദുൾ സത്താർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. പ്രവാസികൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് രാജ്യത്ത് നിലവിലുള്ള കുടിയേറ്റ നിയമങ്ങൾ പരിഷ്കരിക്കണമെന്ന് ആംനസ്റ്റി ഇന്റർനാഷണൽ സെമിനാർ അഭിപ്രായപ്പെട്ടു. സുരക്ഷിത പ്രവാസം സ്വസ്ഥ ജീവിതം എന്ന വിഷയത്തിൽ കാരന്തൂർ മർക്കസിൽ നടന്ന സെമിനാർ മനുഷ്യാവകാശ പ്രവർത്തകയും ആംനസ്റ്റി ഇന്റർനാഷണൽ പ്രതിനിധിയുമായ നിഹാരിക ബെത്കരൂർ ഉദ്ഘാടനം ചെയ്തു. വിദേശത്ത് ജോലി ചെയ്യുന്ന ഇന്ത്യൻ തൊഴിലാളികളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള നിയമാവലികൾ പുതുക്കണമെന്നാവശ്യപ്പെട്ട് ആംനസ്റ്റി ഇന്റർനാഷണൽ 2014 ജൂലൈ മുതൽ ആഗോളതലത്തിൽ നടത്തിവരുന്ന ക്യാമ്പയിന്റെ ഭാഗമായി സുരക്ഷിത പ്രവാസം സ്വസ്ഥ ജീവിതം എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. മർക്കസ് ലോ കോളേജും ആംനസ്റ്റി ഇന്റർനാഷണലും സംയുക്തമായി സംഘടിപ്പിച്ച സെമിനാർ കാരന്തൂർ മർക്കസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കൺവെൻഷൻ സെന്ററിൽ നടന്നു. സുരക്ഷിതമായ കുടിയേറ്റത്തിന് സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലങ്ങൾ ഒരുക്കാൻ കേന്ദ്ര സർക്കാർ മുൻകൈയെടുക്കുവാനും അതിനുവേണ്ടി നിലവിലുള്ള നിയമങ്ങൾ എങ്ങനെ പരിഷ്കരിക്കാമെന്നും സെമിനാർ ചർച്ച ചെയ്തു. To defend human rights, to defend people like you, to defend me, to defend him, to defend everyone. But believe me, no movement can be stronger, no movement can gain momentum if people like you will not support us. നിഹാരിക ബെറ്റ് കെരൂർ, ജീമോൻ ജേക്കബ്, അഡ്വക്കേറ്റ് ആഷിക മുംതാസ്, സനം തുടങ്ങിയവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. ഇനി ബിസിനസ് വാർത്തകൾ. കെട്ടിട നിർമ്മാണത്തിലുള്ള മുഴുവൻ മെഷീനറി ടൂൾസുകളും എല്ലാ മാർബിൾ ബ്ലേഡുകളും വിൽപ്പനയ്ക്കും വാടകയ്ക്കും തയ്യാറാക്കിയ കൃഷ്ണ വാടക സ്റ്റോർ കയ്യടിത്തോടിൽ പ്രവർത്തനം ആരംഭിച്ചു. ഗോദീശ്വരം ക്ഷേത്രം സെക്രട്ടറി വാസുദേവൻ പനോളി പ്രവർത്തന ഉദ്ഘാടനം നിർവഹിച്ചു. പി ദേവരാജൻ, സുരേഷ് കൊല്ലർകണ്ടി, എടത്തൊടി രാധാകൃഷ്ണൻ, ബാലകൃഷ്ണൻ, പത്മിനി, സജീവൻ തമ്പുരാൻകണ്ടി, വിശ്വനാഥൻ സൂര്യൻകണ്ടി തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. വാർത്തകൾ ചുരുക്കത്തിൽ. കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള ജില്ലകളിലെ ഏറ്റവും മികച്ച ക്ഷീരസഹകരണ സംഘത്തിന് കാലിക്കറ്റ് സിറ്റി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഏർപ്പെടുത്തിയ ഡോക്ടർ വർഗീസ് കുര്യൻ സ്മാരക അവാർഡിന് പാലക്കാട് ജില്ലയിലെ എലപ്പുള്ളി ക്ഷീരോത്പാദക സഹകരണ സംഘം അർഹമായി. 1 ലക്ഷം രൂപയാണ് അവാർഡ് തുക. ഡോക്ടർ കുര്യന്റെ 2ാം ചരമദിനമായ സെപ്റ്റംബർ 9 വൈകിട്ട് ചാലപ്പുറത്ത് ബാങ്ക് ആസ്ഥാനത്തുള്ള ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മുൻ മഹാരാഷ്ട്ര ഗവർണർ കെ ശങ്കരനാരായണൻ അവാർഡ് ദാനം നിർവഹിക്കും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ പ്രവർത്തിച്ചുവരുന്ന ലയം കലാക്ഷേത്രത്തിന്റെ 20ാം വാർഷികത്തോടനുബന്ധിച്ച് അഖില കേരള അടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കുന്ന ലളിതഗാന ആലാപന മത്സരമാണ് ഗാനലയം. 25 ഗാനങ്ങളടങ്ങിയ MP3 CD ഇതിലേക്കായി തയ്യാറാക്കി. ഗാനലയം CDയിലെ ഗാനങ്ങളാണ് മത്സരത്തിൽ ആലപിക്കേണ്ടത്. കോഴിക്കോട് ജില്ലയിലെ മത്സരാർത്ഥികൾക്കുള്ള പ്രാഥമിക മത്സരം ഡിസംബർ 21 തിങ്കളാഴ്ച നടക്കും. 10 വയസ്സിന് മുകളിലുള്ള ആർക്കും മത്സരത്തിൽ പങ്കെടുക്കാം. 25 ഗാനങ്ങളടങ്ങിയ CDയും ഗാനങ്ങൾ പ്രിന്റ് ചെയ്ത പുസ്തകവും ബുക്ക് സ്റ്റോളുകളിൽ ലഭിക്കും. 100 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. ഭാരതീയ ജ്യോതിശാസ്ത്ര പരിഷത്തിന്റെ 40ാം സംസ്ഥാന സമ്മേളനം സെപ്റ്റംബർ 8 നടക്കും. സ്നേഹാഞ്ജലി ഓഡിറ്റോറിയത്തിൽ രാവിലെ 9 മണിക്ക് ചണ്ഡിക ഹോമത്തിന്റെ ഉദ്ഘാടനം PV ചന്ദ്രൻ നിർവഹിക്കുന്നതോടെ ചടങ്ങുകൾക്ക് ആരംഭം കുറിക്കും. ഗോകുലം ഗോപാലൻ, കോയമ്പത്തൂർ ആയുർവേദ ഫാർമസി MD കൃഷ്ണകുമാറും ചടങ്ങിൽ സംബന്ധിക്കും. മുൻ ഗുരുവായൂർ ദേവസ്വം ചെയർമാൻമാരായിരുന്ന PT മോഹനകൃഷ്ണനെയും തോട്ടത്തിൽ രവീന്ദ്രനെയും സവ്യസാചി ബഹുമതി നൽകി ആദരിക്കുമെന്ന് ഭാരതീയ ജ്യോതിശാസ്ത്ര പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് മൂലയിൽ മോഹൻദാസ് പണിക്കർ, ജനറൽ സെക്രട്ടറി മുരളീധര പണിക്കർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആയുഷ്കാമിയും ആയുർവേദ ഗ്രാമം സെപ്റ്റംബർ 6 പ്രവർത്തനം തുടങ്ങും. കുട്ടികൾക്കു വേണ്ടി മാത്രമുള്ള ആയുർവേദ സെന്റർ കേരളത്തിൽ ആദ്യമായി. തൊഴിലിന്റെ മഹത്വം തിരിച്ചറിഞ്ഞാൽ ഭക്ഷ്യക്ഷാമത്തിന് പരിഹാരമാകുമെന്ന് കാനത്തിൽ ജമീല. ഫിഷറീസിന്റെ മത്സ്യസമൃദ്ധി 2ാം ഘട്ട പദ്ധതിക്ക് തുടക്കം. കാരപ്പറമ്പ് എരഞ്ഞിപ്പാലം റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് കാരപ്പറമ്പിൽ ജനകീയ പ്രതിഷേധം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.